നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ PSC ട്യൂട്ടോറിയൽ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ജനനായകനും കേരള PSC പരീക്ഷകളുടെ സ്ഥിരം പ്രിയപ്പെട്ട വിഷയവുമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റാരെക്കുറിച്ചുമല്ല, പാവങ്ങളുടെ പടത്തലവൻ എന്ന ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന നമ്മുടെ സ്വന്തം AKG യെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. KAS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങി ഏത് ബിരുദതല പരീക്ഷയ്ക്കും ഈ ഭാഗത്തു നിന്ന് മുഴുവൻ മാർക്കും നേടാൻ സഹായിക്കുന്ന എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ AKGയുടെ ആദ്യകാല ജീവിതത്തിലേക്ക് നോക്കാം. 1904 ഒക്ടോബർ 1 കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിക്കടുത്തുള്ള മാവിലായി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1904 ഒക്ടോബർ 1 കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിക്കടുത്തുള്ള മാവിലായി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഗോപാലൻ മാസ്റ്റർ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഗോപാലൻ മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം അദ്ദേഹത്തിന്റെ വഴി മാറ്റിമറിച്ചു. 1927 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ AKG ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നത് 1927 അപ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു. 1927 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. AKG കസേരയിൽ ഇരുന്ന് ഭരിച്ച നേതാവായിരുന്നില്ല. സമരവീഥികളിൽ ജ്വലിച്ചു നിന്ന പോരാളിയായിരുന്നു. 1930 പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അപ്പോൾ ഈ സമരത്തിനിടയിലാണ് അദ്ദേഹം ആദ്യമായി അറസ്റ്റിലാവുന്നത്, ജയിൽവാസം അനുഭവിക്കുന്നത്. അപ്പോൾ AKG ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹം ജയിലിലായി. ഇനി PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു പ്രധാന ചോദ്യമാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ചരിത്ര പ്രസിദ്ധമായ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AKG. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AKG. അപ്പോൾ ഈ സമരത്തിനിടയിൽ ഗുരുവായൂരിൽ വെച്ച് അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഇത് അക്കാലത്ത് കേരളീയ സമൂഹത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്രൂരമായ മർദ്ദനമേറ്റു. ഇത് കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി, വലിയ ചലനങ്ങളുണ്ടാക്കി. അപ്പോൾ തുടർന്ന് 1936 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ രൂക്ഷമായ ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് അദ്ദേഹം ഒരു ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥ നയിച്ചു. അപ്പോൾ അദ്ദേഹം AKG ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥ നയിക്കുന്നത് 1936 ഇവിടെ നിന്നാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് ഈ ജാഥ നയിക്കുന്നത്. അപ്പോൾ ഇതിൽ 32 വോളണ്ടിയർമാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് 750 കൂടുതൽ മൈലുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് ഈ ജാഥ നടത്തിയത്. അപ്പോൾ ഇത് 32 വോളണ്ടിയർമാരുണ്ടായിരുന്നു. അവർ സഞ്ചരിച്ചത് 750 മൈലുകൾ ദൂരം താണ്ടിയാണ് അവർ ഈ ജാഥ പൂർത്തിയാക്കിയത്. ഇനി പരീക്ഷയ്ക്കായി ഇത് പ്രത്യേകം കുറിച്ച് വയ്ക്കുക. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് AKG നയിച്ച പട്ടിണി ജാഥ. 1936 പട്ടിണി ജാഥ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നയിച്ചത് AKG. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റ് ഓർത്തു വയ്ക്കുക. ഇനി അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസത്തിലേക്കുള്ള മാറ്റവും പാർലമെന്റ് ജീവിതത്തെയും കുറിച്ച് നോക്കാം. കാലം കടന്നുപോയപ്പോൾ AKGയുടെ രാഷ്ട്രീയ ചിന്തകൾ ഇടതുപക്ഷത്തോടടുത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് ചേർന്ന് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ചിന്തയിലേക്ക് ആകൃഷ്ടനായി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളായി മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ, അതായത് 1951-52 വർഷത്തിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയം നേടിയത്. അപ്പോൾ ഇവിടെയാണ് PSC പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്. ഒന്നാം ലോകസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പായതിനെ തുടർന്ന് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി AKG മാറി. അപ്പോൾ തുടർന്ന് മരണം വരെ 5 തവണ അദ്ദേഹം തുടർച്ചയായി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
അപ്പോൾ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ സിംഹഗർജനം പോലുള്ള പ്രസംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നേടിക്കൊടുത്തു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി മാറി. അപ്പോൾ ചോദ്യം ഉണ്ടാവാം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം AKG ആണ്. നമുക്ക് ചരിത്ര പ്രസിദ്ധമായ AK ഗോപാലൻ കേസിനെ കുറിച്ച് നോക്കാം. KS പോലുള്ള ഉയർന്ന തലത്തിലുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കേസുകളിലൊന്നാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് മദ്രാസ്. 1950 നടന്ന ഒരു കേസ്. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് മദ്രാസ് 1950 കേസ് നടക്കുന്നത്. ഇത് കരുതൽ തടങ്കൽ നിയമപ്രകാരം തന്നെ തടവിലാക്കിയതിനെതിരെ AKG സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ തടങ്കൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, അതായത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എന്നിവയുടെ ലംഘനമാണെന്ന് അദ്ദേഹം വാദിച്ചു. അന്ന് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയെങ്കിലും പിൽക്കാലത്ത് ഇന്ത്യയിലെ വ്യക്തി സ്വാതന്ത്ര്യ നിയമങ്ങളുടെ വികാസത്തിന് അടിത്തറയിട്ട ചരിത്ര പ്രസിദ്ധമായ ഒരു കേസായി ഇത് മാറി. അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് കരുതൽ തടങ്കൽ നിയമപ്രകാരം അദ്ദേഹത്തെ തടവിലാക്കിയതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കാരണം അത് ആർട്ടിക്കിൾ 19, 21 ജീവിക്കാനുള്ള അവകാശത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന്, അതിന്റെ ലംഘനമാണെന്ന് അദ്ദേഹം വാദിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. AKG ഒരു മികച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ചും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത കഥ എന്നാണ്. അപ്പോൾ ഈ എൻ്റെ ജീവിത കഥ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് ഒരു ഇംഗ്ലീഷ് പതിപ്പുണ്ട്. അതറിയപ്പെടുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഈ എൻ്റെ ജീവിത കഥ എന്ന ആത്മകഥയ്ക്ക് പുറമെ അദ്ദേഹം മറ്റു കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് മണ്ണിനു വേണ്ടി, അതുപോലെ എൻ്റെ പ്രവിശ്യാ യാത്രകൾ, ജയിലുകളിൽ. ഇവ ഏതൊക്കെയാണ്? മണ്ണിനു വേണ്ടി, എൻ്റെ പ്രവിശ്യാ യാത്രകൾ, ജയിലുകളിൽ. ഇതൊക്കെ AKGയുടെ കൃതിയാണ്. ഇനി ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖലയ്ക്ക് പിന്നിൽ AKGയുടെ വലിയൊരു ഇടപെടലുണ്ടെന്ന് കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖലയ്ക്ക് പിന്നിൽ AKGയുടെ വലിയൊരു ഇടപെടലുണ്ട്. അപ്പോൾ 1950കളുടെ അവസാനത്തിൽ കോഫി ബോർഡിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി AKG മുന്നിട്ടിറങ്ങി. അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് 1958 ഇന്ത്യ കോഫി ബോർഡ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. അപ്പോൾ 1958 AKG രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യ കോഫി ബോർഡ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂരിലാണ് ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിക്കുന്നത് തൃശ്ശൂരിലാണ്. അപ്പോൾ ഈ സംരംഭം നൂറുകണക്കിന് തൊഴിലാളികൾക്ക് പുതിയൊരു ജീവിത മാർഗമായി മാറി. ഇനി അദ്ദേഹം അന്തരിച്ചത് 1977 മാർച്ച് 22 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം അന്തരിച്ചത് 1977 മാർച്ച് 22 തിരുവനന്തപുരത്തുള്ള CPIന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം AKG സെന്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ CPIന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് AKG സെന്റർ എന്നാണ്. രാജ്യം അദ്ദേഹത്തിന് നൽകിയ ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് AKGയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. നോക്കാം. പാവങ്ങളുടെ പടത്തിലവൻ എന്നറിയപ്പെടുന്നത് ആര്? അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആണ്. പട്ടിണി ജാഥ നടന്ന വർഷം ഏതാണ്? 1936. വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ AKGയുടെ കേസ് നടന്ന വർഷം 1950. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ PSC തയ്യാറെടുപ്പ് ശരിയായ ദിശയിലാണെന്ന് പറയാം. അപ്പോൾ AK ഗോപാലിനെ കുറിച്ചുള്ള ഈ സമഗ്രമായ PSC ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ പരീക്ഷാ കേന്ദ്രീകൃത ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്നായി പഠിക്കുക, വിജയം കൈവരിക്കുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.